ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിടെക്കിൻ്റെ LED റിംഗ് ലൈറ്റ് ആണ്. ഇതൊരു കോംബോ പാക്കാണ്. ഇതിൻ്റെ കൂടെ ഒരു 5 ഫീറ്റിൻ്റെ ലൈറ്റ് സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട്. ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 1400 ഇതിന് കോസ്റ്റായി. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡിജിടെക്കിൻ്റെ DRL12C മോഡൽ റിംഗ് ലൈറ്റ് ആണിത്. ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത് 25 വാട്ട് ആണ്. ആൻഡ് കളർ ടെമ്പറേച്ചർ വന്നിട്ട് 3200K to 6500K ആണ്. ഈ ഒരു പർച്ചേസിൽ നമുക്ക് കിട്ടുന്നത് റിംഗ് ലൈറ്റ് ബോഡി, അതിൻ്റെ പവർ കേബിൾ, പിന്നെ സ്മാർട്ട് ഫോൺ മൗണ്ട്, ലൈറ്റ് സ്റ്റാൻഡ് ആൻഡ് യൂസർ മാനുവൽ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ലൈറ്റ് സ്റ്റാൻഡ് നോക്കാം. നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയുള്ള ലൈറ്റ് സ്റ്റാൻഡാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് 6 ഫീറ്റ് ആണ്. അതായത് ഏകദേശം ഒരാളുടെ ഹൈറ്റോളം നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് സ്റ്റാൻഡ് ആക്ച്വലി ചെറിയൊരു ട്രൈപോഡൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ചെറിയൊരു ഡ്രോബാക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കുറച്ച് കുറയുന്നുണ്ട്. ഇനി നമുക്ക് റിംഗ് ലൈറ്റിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇവിടെ യൂസർ മാനുവലിൽ വന്നിട്ട് ഫിക്സിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് യൂസർ മാനുവലിൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. റിംഗ് ലൈറ്റിൻ്റെ കൂടെ തന്നെ മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഡിറ്റാച്ചബിൾ ആണ്. ആൻഡ് റീൽസ് ഒക്കെ ചെയ്യാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ 360 ഡിഗ്രി അഡ്ജസ്റ്റബിൾ ആണ്. റിംഗ് ലൈറ്റിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് സ്റ്റാൻഡിനെ റിംഗ് ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ റിംഗ് ലൈറ്റിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള USB കേബിളിൽ ഒരു കൺട്രോളിംഗ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ബട്ടൺസ് ആണുള്ളത്. ഒന്ന് വന്നിട്ട് ഓൺ ഓർ ഓഫും, പിന്നെ ഒന്ന് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും, പിന്നെ ഒന്ന് മോഡ് ചേഞ്ചിനുള്ളതും. ഈ ഒരു USB വന്നിട്ട് നമുക്ക് ലാപ്ടോപ്പിൻ്റെ USB മൗണ്ടിലോ അല്ലെങ്കിൽ നോർമൽ മൊബൈൽ ഫോണിൻ്റെ അഡാപ്റ്ററിലോ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വൺസ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ബ്ലൂ ലൈറ്റ് കത്തും. അതിനുശേഷമാണ് നമുക്കിത് ഓൺ ഓർ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ 2 മോഡാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കൂളും ഒന്ന് വാമും. കൂളിൽ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് 3 സ്റ്റേജസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറക്കാനും. വാമിൽ വന്നിട്ട് ഡാർക്ക് വാമും ലൈറ്റ് വാമും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ റിംഗ് ലൈറ്റിനെ ഒന്ന് ലൈറ്റ് സ്റ്റാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. നോർമലി നമ്മുടെ സ്മാർട്ട് ഫോൺസിലൊക്കെ തന്നെ ലോ ലൈറ്റിങ്ങിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ അത്ര നന്നായിട്ട് വരാറില്ല. അപ്പോൾ ഇതുപോലെ ഒരു റിംഗ് ലൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് പ്രൊഫഷണൽ ആവുകയും ചെയ്യും. യൂട്യൂബേഴ്സിനും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്നവർക്കും ഇൻഡോർ ഷൂട്ടിങ്ങിന് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ആൻഡ് ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ്. സോ ഫൈനലി നമ്മൾ പറയുകയാണെങ്കിൽ ഡിജിടെക്കിൻ്റെ ഈ LED റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക്, റീൽസ് ചെയ്യുന്നവർക്ക്, പിന്നെ പ്രൊഫഷണൽ ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അധികം കോസ്റ്റും ഇല്ല. ജസ്റ്റ് 1400 ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. ആൻഡ് മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഷാഡോ അപ്പർച്ചറാണ്. ഞങ്ങളിപ്പോൾ 2-3 വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അധികം ഷാഡോസ് കാണിക്കുന്നില്ല. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക്. ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതിൽ എനിക്ക് അധികം റിവ്യൂ പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും യൂസ് ചെയ്തില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു 1-2 വീഡിയോ എടുത്തതിനെ കൊണ്ട് നമുക്ക് അത്ര അധികാരമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഷുവർ ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഇനി ചെയ്യുന്ന കുക്കിംഗ് അല്ലെങ്കിൽ ഇൻഡോർ വീഡിയോസ് ഒക്കെ തന്നെ ഈ ഒരു ലൈറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Thank you so much for watching our video. Keep supporting us. This is Subi signing off from Bytz. Bye bye.